പാലസ്തീൻ്റെ വിമോചന പോരാട്ടത്തിൻ്റെ കഥ പറയുന്ന പുസ്തകമാണ് ഗാസയിലെ ഹമാസ് തലവൻ യാഹ്യ സിൻവാർ രചിച്ച ഒരു നോവലായ അശൗക്കു വൽ ഖറൻഫുൾ. ഇതിപ്പോൾ മലയാളത്തിലേക്കും എത്തുകയാണ്. മുൾശരിയും കരയാമ്പൂവും എന്ന പേരിൽ എം സൈനുദ്ദീനാണ് ഈ നോവൽ ഇപ്പോൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് ഇറക്കുന്നത്. പലസ്തീൻ ജനതയുടെ വേദനകളും പ്രതീക്ഷകളും നിറയുന്ന നോവലാണ് മുൾശരിയും കരയാമ്പൂവും. 1988 നീണ്ട 23 വർഷത്തോളം, അതായത് 4 ജീവപര്യന്തം തടവ് ശിക്ഷിക്കപ്പെട്ട് ഇസ്രായേൽ തടവറിൽ കഴിയുന്ന അവസരത്തിലാണ് യാഹ്യ സിൻവാർ ഈ നോവൽ എഴുതുന്നത്. പലസ്തീനിലെ മക്കൾ നഷ്ടപ്പെട്ടു പോയ വൃദ്ധരും ഭർത്താവ് മരണപ്പെട്ടു പോയ സ്ത്രീകളും അനാഥരാക്കപ്പെട്ട കുഞ്ഞുങ്ങളും വീടും കൃഷിസ്ഥലവും അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടവരും അനുഭവിക്കുന്ന ദുഃഖത്തിൻ്റെയും വേദനയുടെയും കണ്ണുനീരിൻ്റെയും കഥയാണ് ഈ നോവലിൽ പറയുന്നത്. തൻ്റെ ഓർമ്മകളും അടിച്ചമർത്തപ്പെട്ട പലസ്തീൻ ജനതയുടെ വേദനകളുടെയും പ്രതീക്ഷകളുടെയും കഥകളും കോർത്തിണക്കിക്കൊണ്ടാണ് സിൻവാർ ഈ നോവൽ രചിച്ചിട്ടുള്ളത്. 1967 യുദ്ധത്തിൽ അറബ് സൈന്യത്തിലേറ്റ തിരിച്ചടി മുതൽ അൽ അക്സ ഇന്തിഫാദ പൊട്ടിപ്പുറപ്പെടുന്നത് വരെയുള്ള പലസ്തീൻ ജനതയുടെ ചരിത്രത്തിലെ മിക്ക സംഭവങ്ങളും യാഹ്യ സിൻവാർ ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട്. പലസ്തീനികളുടെ ചേർത്തുനിൽപ്പിനെ വ്യക്തമായും ശക്തമായും അവതരിപ്പിക്കുകയാണ് ഈ നോവലിലൂടെ. മുൾശരിയും കരയാമ്പൂവും നോവൽ പ്രകാശനം ഇന്ന് വൈകിട്ട് 4:30 കോഴിക്കോട് ഹിറ സെൻറ്ററിൽ നടക്കും. PK പാറക്കടവ്, സി ദാവൂദ്, അഷ്റഫ് കീഴ്പറമ്പ്, PK നിയാസ്, ഡോക്ടർ കൂട്ടിൽ മുഹമ്മദ് അലി, എം സൈനുദ്ദീൻ തുടങ്ങിയവർ ഈ ചടങ്ങിൽ പങ്കെടുക്കും. IPH ബുക്സാണ് ഇതിൻ്റെ പ്രസാധകർ. 2017 യാഹ്യ സിൻവാർ ഹമാസിൻ്റെ നേതാവായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇസ്രായേലിന് നേരെയുള്ള ആക്രമണങ്ങളുടെ പിന്നിലെ ബുദ്ധികേന്ദ്രം ഇദ്ദേഹമാണെന്ന് പറയപ്പെടുന്നു. യാഹ്യ സിൻവാറിനെ തീർത്താൽ ഹമാസ് ഇല്ലാതാകും എന്നുവരെ നെതന്യാഹു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒട്ടേറെ തവണ ആക്രമണങ്ങൾ ഉണ്ടായിട്ടും അതിനെയെല്ലാം അതിജീവിച്ച ആളാണ് ഈ യാഹ്യ സിൻവാർ. ഒരു അഭയാർത്ഥി ക്യാമ്പിൽ ജനിച്ച യാഹ്യ സിൻവാർ ഇപ്പോൾ താമസിക്കുന്നത് എവിടെയാണെന്ന് പോലും കണ്ടെത്താൻ ഇസ്രയേലിനോ അവരുടെ സൈന്യത്തിനോ കഴിയുന്നില്ല. ഒരിക്കൽ പത്രസമ്മേളനം നടത്തിയ ശേഷം താൻ നടന്നു തന്നെ വീട്ടിലേക്ക് പോകും എന്ന് ഇസ്രായേൽ ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ച ആൾ കൂടിയാണ് യാഹ്യ സിൻവാർ. അദ്ദേഹം അങ്ങനെ പോകുകയും ചെയ്തു. അദ്ദേഹത്തെ തൊടാൻ പോലും ഇസ്രായേലിന് അന്ന് ആയില്ല എന്നതാണ് സത്യം.